10 മാസം തികഞ്ഞിട്ടില്ലായിരുന്നു ആലിന്. 5 പേർക്ക് ജീവൻ പകർന്നു നൽകുകയാണ് അലിൻ ഷിറിൻ. മല്ലപ്പള്ളി സ്വദേശിയായ ഈ കുഞ്ഞു മാലാഖ 5 പേർക്ക് ജീവൻ പകർന്നു നൽകി മരിച്ച മല്ലപ്പള്ളി സ്വദേശി അലിൻ ഷിറിന്റെ സംസ്കാരം നാളെയാണ്. മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിൽ നാളെ വൈകുന്നേരം 3 മണിക്കാണ് സംസ്കാരം നടക്കുക. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാളെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം അർദ്ധരാത്രിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിരുന്നു. ആലിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവർക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അഖിലും മല്ലപ്പള്ളിയിലെ വീട്ടിൽ നിന്നും സജോ ദേവസിയും തിരുവനന്തപുരത്ത് നിന്ന് സാന്ത്വന സജുവും തത്സമയം ചേരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലിന്റെ 5 ശരീരഭാഗങ്ങളാണ് 5 പേർക്ക് ജീവനായി മാറുന്നത്. നമുക്കൊപ്പം സജോ ദേവസിയുണ്ട്. സജോ ദേവസ്യ, ആ വീട്ടിൽ ആ കുഞ്ഞ് അസുഖബാധിതനായി അല്ലെങ്കിൽ അപകടത്തിൽ പരിക്കേറ്റതിന് ശേഷം തിരികെ വരുന്നതും കാത്തിരുന്ന മനുഷ്യരുണ്ട്. ഇന്ന് ആ കുഞ്ഞിന്റെ 5 ശരീരഭാഗങ്ങൾ 5 പേരിൽ തുടിക്കുന്നുണ്ട്. ആലിൽ 9 വയസ്സ് മാത്രമേ 10 മാസത്തിലേക്ക് കടക്കുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെയാണ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. എനിക്കറിയാം ആ കുടുംബത്തിനുണ്ടാവുന്ന ആ ദുഃഖം സഹിക്കവയ്യ. പക്ഷേ അവർ കാണിച്ച മാതൃകാപരമായ ഒരു കാര്യം, ആ കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ, അവയവങ്ങൾ മറ്റുള്ള 5 പേർക്കായി ദാനം ചെയ്യാൻ ഒട്ടും അവർ വിസമ്മതം പ്രകടിപ്പിച്ചില്ല. ആ താല്പര്യമറിയിച്ച ആ കുടുംബത്തിനൊരു ബിഗ് സല്യൂട്ട് ഹൃദയത്തിൽ നിന്നുണ്ട്. ആ കുടുംബാംഗങ്ങൾ പ്രതികരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല. എങ്കിലും ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക. രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു അല്ലേ സജു? ഡോക്ടർ അരുൺ, ഇതാണ് ഞാൻ നിൽക്കുന്നത്. ആലിന്റെ വീട്. ഈ കുടുംബത്തിന്റെ സന്തോഷവും ചിരിയും ഒക്കെയാണ് മാഞ്ഞു പോകുന്നത് എന്ന വലിയ ഹൃദയവ്യഥയുണ്ട്. പക്ഷെ അപ്പോഴും മഹത്തായ ഒരു മാതൃക, എത്ര വലിപ്പമുള്ളൊരു തീരുമാനമല്ലേ. നമ്മൾ ഇന്നലെ ആവർത്തിച്ച് പറഞ്ഞു 10 മാസം മാത്രമേ ആലിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരുടെ കുടുംബം ഒന്നിച്ചെടുത്തൊരു സുധീരമായ തീരുമാനം 5 കുരുന്നുകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും നമ്മുടെ നാട്ടിന്റെ ആകെയും ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നാണ് ആ കുരുന്ന് വിടവാങ്ങുന്നത്. സംസ്കാരം നാളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ചു. എനിക്ക് തോന്നുന്നു അപൂർവമായ ഒരു പോസ്റ്റ്മോർട്ടമാണ് അവിടെ നടന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള മല്ലപ്പള്ളിയിൽ തന്നെയുള്ള ആശുപത്രിയിലാണ് ഇപ്പോൾ ഭൗതികദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആലിൻ്റെ ഗ്രാൻഡ് ഫാദർ റെജി സാമുവൽ എന്നോടൊപ്പം ഉണ്ട്. റിച്ചായ, വല്ലാത്തൊരു സാഹചര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു വലിയ തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. ഈ നാട് അത് തിരിച്ചറിയുകയും ആ ഒരു മഹത്തായ മാതൃകയെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞതൊക്കെ അതിലേക്ക് പോയതൊക്കെ എങ്ങനെ? എൻ്റെ മകൻ്റെ കുഞ്ഞാണ് മരിച്ചത്. അവന് ഞങ്ങൾ കഴിഞ്ഞ 5-ാം തീയതിയാണ് അപകടം നടക്കുന്നത്. അന്ന് മുതൽ കുഞ്ഞിൻ്റെ കൂടാണ്. ബ്രെയിൻ ഡെത്ത് ഏതാണ്ട് കൺഫേം ചെയ്തിരുന്നു മിനിഞ്ഞാന്ന് രാവിലെ. ഏതാണ്ട് ഉറപ്പിച്ചു തിരിച്ചു വരില്ല എന്ന്. ഞങ്ങളൊക്കെ എറണാകുളത്തുണ്ടായിരുന്നു, ആശുപത്രിയിലുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം എന്നുള്ളൊരു നടപടിയെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നലെ അവന് ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, നമ്മൾ ഇങ്ങനൊരു തീരുമാനം അവരെടുക്കുന്നു. ഞാൻ പൂർണ്ണമായി അതിനോട് സഹകരിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ കുടുംബം, ഞാൻ മാത്രമല്ല ഞങ്ങളുടെ കുടുംബം. ആദ്യം ആരാണ് ഇത് മുന്നോട്ട്? മകനാണ് എന്നോട് പറഞ്ഞത്. അവർ 2 ഭാര്യയും ഭർത്താവും മകനും മകളും കൂടെ എടുത്ത തീരുമാനമാണ്. ഞങ്ങളതിനെ കുടുംബമായി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം സന്തോഷം, വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു കുട്ടി പോയപ്പം 5 കുട്ടികൾ ജീവിക്കുന്നു, ഞങ്ങൾക്ക് 5 കുട്ടികളുണ്ടായി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. അങ്ങും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, നേതാവാണ്, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ ഒരു ആർജിച്ച ഒരു ധൈര്യവും ഒരു ഒക്കെ ഉണ്ട്. നമ്മൾ അതൊന്നുമല്ല, നമ്മളെ കഴിയുന്ന ചെയ്യുന്ന ഒരു സ്വഭാവമാണ് എല്ലാ കാലത്തും ഉള്ളത്. അതിന്റെ ഭാഗമായി ഇത് വന്നു പോയത്, അല്ലാതെ ഞങ്ങളങ്ങനെ പ്ലാൻ ഒന്നും അല്ലായിരുന്നു. പക്ഷേ കേരളം മുഴുവൻ സമൂലച്ചായന്റെയും കുടുംബത്തിന്റെയും അലിന്റെയും ഷെറിന്റെയും ഒപ്പം ഷെറിൻ ആന്റണി, അരുൺ എബ്രഹാം ആലിൻ്റെ രക്ഷിതാക്കൾക്കൊപ്പമുണ്ട്. സജോ, നമ്മളുടെയും പൂർണ്ണ പിന്തുണയും സ്നേഹവും നന്ദിയും ആ കുടുംബത്തെ കൂടി അറിയിക്കുക. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ഒന്ന് ആശുപത്രിയിലേക്ക് പോയി വരാം. അവിടെയാണ് കുഞ്ഞിൻ്റെ മൃതദേഹമുള്ളത്. അഖിലുണ്ട് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. അഖിൽ, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ മുത്തച്ഛൻ്റെ പ്രതികരണം കേട്ടു. അവരൊരുമിച്ചെടുത്തൊരു തീരുമാനം. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ 5 കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു ഹൃദയവിശാലതയാണ് ആ കുടുംബത്തിനുള്ളത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ. മറ്റാരെങ്കിലും വരാനോ ഈ ചടങ്ങിൽ പങ്കെടുക്കാനോ ഉള്ളത് കൊണ്ടാണോ നാളത്തേക്ക് മാറ്റിയത്?
ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. നമുക്കറിയാം, കോട്ടയത്ത് വെച്ച് തന്നെയാണ് ആ കുഞ്ഞിന് ഒരു അപകടം സംഭവിക്കുന്നത്. ആ കോട്ടയത്ത് വെച്ച് തന്നെ കുഞ്ഞിന്റെ അവസാനത്തെ ചടങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാവുകയും ചെയ്തു. ഇന്നലെ പതിവിൽ നിന്നും, അതായത് സമീപകാലത്തൊന്നും തന്നെ ഇത്തരത്തിൽ രാത്രിയിൽ ഒരു പോസ്റ്റ്മോർട്ടം നടന്നിരുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ. 2 വർഷം മുമ്പ് അത്തരത്തിലൊരു തീരുമാനം രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു രാത്രികാലങ്ങളിൽ ഒരു പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്നലെ സംഭവിച്ചു. ഇന്നലെ ആ ബന്ധുക്കൾ അവർ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അത് ആശുപത്രി അധികൃതർ അംഗീകരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. രാത്രി തന്നെ ഡോക്ടർമാരടക്കമുള്ള സംഘം എത്തി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. 12 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. രാത്രി 1 മണിയോടുകൂടിയാണ് മല്ലപ്പള്ളിയിലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹം എത്തിച്ചത്. രാവിലെ അവിടുന്ന് ഒരു ആദരവ് നൽകിയ ശേഷം മൃതദേഹം കൈമാറാമെന്നായിരുന്നു ആദ്യം മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചത്. പക്ഷേ ബന്ധുക്കൾ തങ്ങൾക്ക് ഇന്ന് തന്നെ മൃതദേഹം വെട്ടിക്കെട്ടണമെന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അത് അവർ അംഗീകരിച്ച് രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി, എല്ലാ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ പോലീസ് അടക്കം, അതായത് ഗാന്ധിനഗർ പോലീസ് അടക്കം കൃത്യമായി അവിടെ എത്തിയിരുന്നവരെല്ലാ കാര്യങ്ങളും അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ കൈമാറി. ഇന്ന് പൂർണ്ണമായും ഈ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെയാണ് കുഞ്ഞിന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക എന്നാണ് അറിയുന്നത്. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഈ പള്ളിയിൽ CSI ചർച്ചിൽ സംസ്കാര ചടങ്ങുകളും നടക്കും. അതായത് പ്രത്യേകിച്ച് ആരെങ്കിലും വരാനുണ്ട് എന്നുള്ളതല്ല, പക്ഷേ ഞായറാഴ്ചക്കുള്ളിൽ മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിനായിട്ട് ഞായറാഴ്ച വരെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ സംസാര സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്കൊന്ന് ആ ഒരു മനസ്സൊക്കെ ശാന്തമായി വരുന്നതിന് നാളേക്ക് അല്ലെങ്കിൽ ഞായറാഴ്ച വരെ വെച്ച് ഞായറാഴ്ച ഈ സംസ്കാര ചടങ്ങുകൾ നടത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 5 കുഞ്ഞുങ്ങളിലേക്ക് ജീവൻ പകർന്നു നൽകുന്നുവെങ്കിൽ പോലും ഒരു 10 മാസം പോലും ആവാത്ത കുഞ്ഞ് അവരെ വിട്ടുപിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് ഏറെ വൈകാരികമായ കാര്യമായിരുന്നു. കാരണം ഇന്നലെ തന്നെ 100 ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴും ഇവിടെയും 100 ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈകാരികമായ കാര്യം തന്നെയാണ്. നാളെ രാവിലെ ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു പൊതു ദർശനവും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിലൊരു തീരുമാനമൊക്കെ വരേണ്ടതുണ്ട്. ഒരുപക്ഷേ കൂടുതൽ ആരെങ്കിലും, ഇന്നലെ രാത്രിയാണ് ഈ തീരുമാനം എടുക്കുന്നത്, സമാനമായി ആരെങ്കിലും ഒക്കെ ഇന്ന് കൊണ്ടുപോകണമെന്ന കൂടുതൽ അഭിപ്രായങ്ങൾ വരികയാണെങ്കിൽ പക്ഷേ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ നിലവിൽ ഇന്ന് ഇവിടെ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ച ശേഷം നാളെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ.